قال الله عز وجل: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مت سيدنا മുഹമ്മദ്. ബഹുമാന്യരെ, എൻ്റെ വന്യ പിതാവ് വലിയുല്ലാഹി കൈപ്പോങ്കലം അബ്ദുൽ കരീം ഹാജി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിന്റെ 2ാം ദിവസത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശരീരമെന്ന ഈ ഭൗതിക വസ്ത്രവും അണിയിച്ച് ഒരു ഹ്രസ്വമായ ഇടവേളയിൽ പരീക്ഷണാർത്ഥം നാം ഒരു ഇരുളിൽ നിന്നും ആരംഭിക്കുകയും മറ്റൊരു ഇരുളിൽ ചെന്ന് അവസാനിക്കുകയും അതിനിടയിലുള്ള വെളിച്ചത്തെ നമ്മൾ ഈ പരീക്ഷണ കാലഘട്ടത്തിന്റെ ജീവിതമെന്നും വിളിക്കുന്നു. ആദ്യ ഇരുൾ അത് മാതാവിന്റെ കുടലമർദൂറ്റി കുടിച്ചു വളർന്ന ഗർഭാലയം ആണെങ്കിൽ, അവസാനത്തെ ഇരുൾ മണൽ വിരിച്ചിറാറടിക്കൂടുന്ന ഖബറാലയമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്? അനേകായിരം കോടി അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ നമുക്ക് കണ്ടതും കാണാത്തതും കാണാൻ കഴിയാത്തതുമായി ഇവിടെ നിലനിൽക്കുന്നു. മനുഷ്യൻ അവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പ്രധാനമായ ഒരു കാര്യം അവന്റെ ചിന്താശേഷി, മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഡെവലപ്മെന്റ്സ് നടത്തുന്ന ആളുകൾ. നിങ്ങൾ നിരന്തരമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത ഒരു ശീലമായി മാറുകയും ശീലം ഒരു സ്വഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും സ്വഭാവം കർമ്മമായി മാറുകയും അല്ലെങ്കിൽ പ്രവൃത്തിയായി മാറുകയും ആ പ്രവൃത്തിയാണ് നിങ്ങളെ മാറ്റുന്നത്. ആ മാറ്റം മറ്റുള്ള എവിടെയെല്ലാം നിങ്ങൾ എത്തുന്നോ അവിടെയെല്ലാം ആ മാറ്റം പ്രസരിക്കുന്നു. അപ്പോൾ അല്ലാഹു ഈ ഹ്രസ്വമായ ഇടവേളയിൽ നമ്മെ അയച്ചത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു: വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ നമ്മെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫർളായ നിസ്കാരങ്ങളും മറ്റും എല്ലാം കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള സമയം എന്താണ് ചെയ്യുക? ആ സമയത്ത് എങ്ങനെയാണ് ഇബാദത്ത് എടുക്കുക എന്ന് പലരും ചിലപ്പോൾ ചിന്തിക്കും. അല്ലാഹു പറഞ്ഞിട്ടുമുണ്ട് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്താക്കി മാറ്റുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ആ വചനത്തോട് നമ്മൾ നന്ദിയുള്ളവരാകുന്നത്. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് യാതൊരു ഭയവുമില്ല, മുഷിപ്പുമില്ല. ഈ വചനം വളരെ പ്രധാനമായ 2 കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മുഷിപ്പുമില്ല എന്നൊരു വാക്ക് ഒരു മനുഷ്യന് അവന് ഇബാദത്ത് ചെയ്യുവാൻ മുഷിപ്പില്ല, അവൻ മുത്തഖീങ്ങളിലേക്ക് എത്തുവാൻ, അവൻ സാഹിദീങ്ങളിലേക്ക് എത്തുവാൻ എല്ലാം മുഷിപ്പില്ലാത്ത ഒരവസ്ഥയിലൂടെ അവൻ വളർത്തുന്ന പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് അവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുപോലെ തന്നെ അവർക്ക് ഭയമില്ല. ഈ ഭയവും മുഷിപ്പും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്: അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് ശാന്തി എന്നത്. ഈ ശാന്തി ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിലൂടെ ആണ് എന്ന്
വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നാം ദിക്ർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ശാന്തി ലഭിക്കാത്തത്? ഈ ശാന്തി ലഭിക്കുന്നത് നമ്മൾ ദിക്ർ ചെല്ലുന്നത് അതിനൊരു കാരണം, ഒരു സബബ് മാത്രമാണെങ്കിൽ, മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത്. ആ ശാന്തി ലഭിച്ചവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകം തിരഞ്ഞെടുത്ത ഔലിയാക്കൾ. അവരുടെ ചിന്തകൾ ഏകാഗ്രമായി അള്ളാഹു അല്ലാത്ത മറ്റുള്ള ചിന്തകളെല്ലാം അവർക്ക് ഭയാനകമായി. മഹാനായ ഇബ്രാഹിമിനോ മഹാനവർകൾ പാടി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാ ചിന്തകളും നരകാഗ്നിയിൽ പ്രവേശിക്കുന്നത് പോലെയാണ്. അതിൽ എന്നെ പ്രവേശിക്കില്ല എന്നാണ് ഇബ്രാഹിം റളിയല്ലാഹു പറഞ്ഞത്. അപ്പോൾ ചിന്ത രണ്ടു വിധത്തിലുണ്ട്. മനുഷ്യൻ ആർജിക്കേണ്ട ഈ ജീവിതം എന്ന് പറഞ്ഞത് നമുക്ക് വളരെയധികം വാല്യബിൾ ആയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി എന്നത്. ചിന്ത ഒരു മനുഷ്യന്, ഇപ്പൊ ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, 30,000 മുതൽ 70,000 വരെ ചിന്ത ഒരു മനുഷ്യന് ദിവസം ഉണ്ടാകുന്നത്. ഒരു മങ്കി മൈൻഡ് എന്നാണ് അതിന് പറയുന്നത് തന്നെ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അതിനെ ബലമായി പിടിച്ചു നിർത്തിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. നാം ഒട്ടകത്തെ മയക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിനിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒട്ടകം അവനെയും വലിച്ചു കൊണ്ടുപോകും എന്ന പോലെയാണ് ചിന്ത. ഏതെങ്കിലും മരം, ബലമുള്ള മരങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടകത്തെ കെട്ടിയിട്ടാൽ അവന്റെ ചിന്തയെ അവനക്ക് അവിടെ അവസാനിപ്പിക്കാൻ കഴിയും. മറ്റു ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല. ചീറിപ്പാഞ്ഞെറിയേറുന്ന പർവ്വത നദിക്ക് കുറുകെ ആർക്കാണ് അണ കെട്ടാൻ സാധിക്കുക എന്ന പോലെ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാതെ അവരുടെ ജീവിതം അലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കും. ബഹുമാന്യരെ, നമ്മുടെ ഉള്ള സമയം ചിന്തിക്കുവാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അൻ തഅബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാണുന്നുണ്ട് എന്ന നിലയിൽ ഇബാദത്ത് ചെയ്യുക. അത് ധ്യാനത്തിന്റെ വളരെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ഹദീസാണ്. നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ നിസ്കാരത്തിലും മറ്റു സമയങ്ങളിലുമെല്ലാം നമുക്ക് അതിന്റെ ലഭ്യത ലഭിക്കുകയുള്ളൂ. ബഹുമാന്യരെ, ഞാൻ സമയ പരിമിതി കൊണ്ട് എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം ഇതിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പരിപാടി ആത്മീയ മജ്‌ലിസിന് നമ്മുടെ കേരളത്തിലും കർണാടകയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം നേതൃത്വം നൽകി വരുന്ന, ജീവിതകാലത്ത് വാപ്പയുമായി ഒരുപാട് അടുപ്പവും ഒരുപാട് യാത്രയും ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുരുക്കുഴിത്തങ്ങൾ മഹാനവർകളെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകൻ, ബഹുമാന്യ വ്യക്തിത്വം കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി. ബഹുമാന്യരെ, അസാന്നിധ്യത്തിൽ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരും. മഹാനവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുദരിസ് ഗസാലി ഉസ്താദിനെ ഞാൻ ഈ വേദിയിലേക്ക് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ദുആ അസാന്നിധ്യത്തിലാണ് ഫദലുൽ ആഷിഖ് തങ്ങൾ. ബഹുമാനപ്പെട്ട ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും തങ്ങളെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ ഹാഫിദ് ഉസ്താദ്, ഷറഫാത്ത് ഉസ്താദ്,
അതുപോലെ ഒരുപാട് വർഷക്കാലം 27 വർഷത്തോളം നമ്മുടെ പരിപാടിക്ക് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടത്തുന്ന എൻ്റെ സുഹൃത്തും ഇവിടുത്തെ വിദ്യാർത്ഥിയുമായിരുന്ന സിറാജ് സക്കാഫി ബഹുമാന്യരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് എല്ലാ സയ്യിദന്മാരെയും അഹ്ലു ബൈത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനാദരവോടെ സ്വാഗതം ചെയ്യുന്നു. വേദി സദസ്സും ഹൃദ്യമാക്കിയ ധന്യമാക്കുന്ന സഹോദര സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട മുത്തല്ലിമകൾ, ഇത് ശ്രവിക്കുന്ന നാട്ടുകാർ, എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. വആഖിറു ദഅവാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനോടി ബഹുമാന്യനായ മുദരിസ് ഗസാലി ഉസ്താദിനെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ക്ഷണിച്ചു.